إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികൾ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സജ്ജനങ്ങളുടേതായിട്ടുള്ള മുത്തഖികളുടേതായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിച്ച ബറക്കത്ത് നൽകപ്പെട്ട ഒരു മണ്ണാണ് ഷ്യാം എന്ന് പറയുന്നത്. ഷ്യാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ, ഇസ്രായേൽ, ലിബിയ, അതിൻ്റെ ജോർഡാന്റെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഭൂപ്രദേശമാണ് ഷ്യാം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ രാപ്രയാണം നടന്നതിനെ സംബന്ധിച്ച് സൂറത്ത് ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചവനാണ് അല്ലാഹു. അല്ലദി ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസര പ്രദേശങ്ങളെ നാം ബറക്കത്തുള്ളതാക്കിയിരിക്കുന്നു. രാഷ്ട്രീയപരമായ കാലത്തിന്റെ ചക്രത്തിന്റെ കറക്കമനുസരിച്ച് ഭൂപ്രദേശങ്ങളിലും അതിന്റെ അതിരടയാളങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഭൂമിശാസ്ത്രപരമായി ഓരോ ഭൂപ്രദേശങ്ങളിലും ഭരണാധികാരികൾ മാറി 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 വരികയും എല്ലാം ചെയ്ത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ ലോക രാഷ്ട്രീയ സംവിധാനം നമുക്കറിയാവുന്നതാണ്. 2-ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് അതിന്റെ തൊട്ടു മുൻപ് ഹിറ്റ്ലറുടെ അതിക്രൂരമായ കൊലപാതക രാഷ്ട്രീയത്തിന് വിധേയരായ ജൂത സമൂഹം ലോകത്തിന്റെ മുക്കുമൂലകളിൽ തെറിച്ചു കിടന്നിരുന്ന, ഒറ്റപ്പെട്ട് കിടന്നിരുന്ന മുഴുവൻ ആളുകളെയും അവർക്കൊരു രാജ്യം, ജൂതന്മാരുടേതായിട്ടുള്ള ഒരു രാജ്യം അനുവദിക്കുന്നതിനുള്ള
രാഷ്ട്രീയപരമായ ലോക തലത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയും 1947 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകൃതമാവുകയും ചെയ്തു. അതിനുവേണ്ടി അവർക്ക് അനുവദിക്കപ്പെട്ട മണ്ണ് ഈ പറയപ്പെട്ട ഷാമിന്റെ പുണ്യഭൂമിയായിരുന്നു, ഫലസ്തീനിന്റെ ഒരു ഭാഗമാണ്. നിരാലംബരായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കിടന്നിരുന്ന ആളുകൾക്ക് അവരുടെ മതാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് ഒരു രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടായപ്പോൾ തുടർന്നുള്ള അവരുടെ ചെയ്തികൾ നമുക്കറിയാവുന്നതാണ്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറുകയും ഒരിക്കലും മനസ്സാക്ഷിയുള്ള ഒരു മനസ്സുകൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഫലസ്തീനിലെ മുസ്ലിം സമൂഹത്തോട് ഇസ്രായേൽ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. പിഞ്ചുകുട്ടികളെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന, ഒരുപാട് അനാഥ മക്കളും ഒരുപാട് വിധവകളും ഉണ്ടായി തീരുമാറ് ആ രാഷ്ട്രത്തിന്റെ മേൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ഒരു യുദ്ധരംഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ആതുരാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ, വിദ്യാലയങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. അവിടെ തെരുവീതികളിൽ അലയപ്പെടുന്ന ആളുകൾക്ക് സഹായമെത്തിക്കുന്ന മരുന്നും ഭക്ഷണവുമായി കൊണ്ട് സഹായങ്ങൾ പുറം ലോകത്ത് നിന്ന് എത്തുമ്പോൾ അവ കൊണ്ടുവരുന്ന വാഹനങ്ങൾ വരെ ആക്രമിക്കപ്പെടുന്നു. ഇവിടെ മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെടുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന മനസ്സായിരിക്കും. നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ചെയ്തികളെ പ്രതികരിക്കുവാൻ, പ്രതിരോധിക്കുവാൻ ഇന്ന് നമ്മുടെ മുൻപിൽ മാർഗങ്ങളില്ല. നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്കെതിരെയുള്ള പ്രാർത്ഥനയും ഒരിക്കലും അണമുറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു തേട്ടമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു പ്രാർത്ഥന ശത്രുവിനെതിരെ ഉണ്ടാവണമെങ്കിൽ ആരാണ് ശത്രുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് അവർ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 82-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. മനുഷ്യരിൽ നിന്ന്, മനുഷ്യ സമൂഹത്തിൽ നിന്ന് നിങ്ങളോട്, വിശ്വാസികളോട് ഏറ്റവും ശത്രുതയുള്ളവൻ അവൻ ജൂതനായിരിക്കും. ജൂതന് മുസ്ലിമിനോട് വെറുപ്പാണ്. ആ വെറുപ്പിനുള്ള കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നുവോ ഈ ജൂത സമൂഹം അടിസ്ഥാനപരമായി രൂപപ്പെട്ടു. അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായിരുന്നു, അവർ മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്തിലൂടെ ആ സമൂഹത്തോട് സ്വീകരിച്ച കരാറുകൾ, ബനൂ ഇസ്രായേലിൽ നിന്ന് റബ്ബുണ്ടാക്കിയ ഉടമ്പടികൾ, അവരോടുള്ള കൽപ്പനകൾ അതവർ ലംഘിക്കുകയും അവരുടേതായ തന്നിഷ്ടപ്രകാരം അവർ മതത്തെ കൊണ്ടു നടക്കുകയും ചെയ്തു. ഉപദേശികളായി അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്തു. പിൽക്കാലത്ത് കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിച്ചു കളയുവാൻ, ക്രൂശിലേറ്റുവാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. ഈ ഒരു ഉമ്മത്തിനോട്, മുസ്ലിം സമൂഹത്തോട് അവർ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് എതിരെ ശുദ്ധമായ ഇസ്ലാം, ശുദ്ധമായ അല്ലാഹുവിന്റെ വഹദാനിയത്ത്, തൗഹീദ്, യഥാർത്ഥ ഇസ്ലാമിക ശരീഅത്ത് കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിന് മുഖം തിരിച്ചു നിൽക്കുകയും ഏറ്റവും വലിയ നന്ദികേടിന്റെ വക്താക്കളായി ബനൂ ഇസ്രായേൽ സമൂഹം മാറുകയും ചെയ്തു. മനുഷ്യ ചരിത്രം പഠിച്ചാൽ, മനുഷ്യ ചരിത്രത്തിലൂടെ ഒരു കണ്ണോടിക്കൽ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് സംസ്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ച വിഭാഗമാണ് ബനൂ ഇസ്രായേൽ.
ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച വിഭാഗവുമാണ് ബനു ഇസ്രായേൽ. ഈ ഒരു മാനസികാവസ്ഥ അവർ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധരെന്നോ രോഗികളെന്നോ വ്യത്യാസമില്ലാത്ത വിധം മനുഷ്യത്വരഹിതമായ നടപടിക്രമങ്ങളുമായി ആ ഒരു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുവിനെതിരെ മനസ്സുകൊണ്ട് പ്രതിരോധിക്കേണ്ട, പ്രാർത്ഥന ഒരു ആയുധമായി എടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണമെങ്കിൽ ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ അറിവും ധാരണയും നമ്മിൽ ഉണ്ടായിരിക്കണം. ഏതാനും ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത് ആരാണ് ജൂതനെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി. ആരാ ജൂതൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലത്തിൽ യഹൂദു വന്നസാറ, നസാറാക്കൾ ജൂതന്മാർ യഹൂദന്മാർ പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉ, ഞങ്ങൾ അല്ലാഹുവിന്റെ സന്താനങ്ങളാണ്, അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ മാത്രമാണ് റബ്ബിന്റെ ഇഷ്ടദാസന്മാർ. സന്താനം എന്ന് പറഞ്ഞത് നേർക്കുനേരെ വാപ്പ എന്ന അർത്ഥത്തിലല്ല, പ്രിയപ്പെട്ട റബ്ബിന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ മനസ്സ്. റബ്ബിന് തൃപ്തിപ്പെട്ടവർ, റബ്ബിന് ഇഷ്ടപ്പെട്ടവര്, അവര് ഞങ്ങളാ, ബാക്കിയുള്ളവരൊക്കെ നാലാം കിടക്കാരാ, താഴെ കിടക്കാരാണ് എന്നുള്ള ഒരു മേൽക്കോയ്മയുടെ ചിന്ത, അഹങ്കാരത്തിന്റെ ചിന്ത, അത് ജൂതന്റെ ചിന്തയാണ്. നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശത്രുവിനെതിരെ പ്രാർത്ഥിക്കും. പക്ഷേ ആ ശത്രുവിന്റെ സ്വഭാവവും സംസ്കാരവും വിശ്വാസവും ഒക്കെ നമ്മൾ പേറി നടക്കുന്ന, അത് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പഠിക്കേണ്ട പാഠങ്ങളാണ്. ഒരിക്കലും അഹങ്കാരത്തിൻ്റെതായ മേൽക്കോയ്മയുടേതായ ഞാൻ കുഴപ്പമില്ല, ഞാൻ മേലെയാണ്, ഈ ഒരു ചിന്ത അത് ജൂതന്റെ ചിന്തയിൽപ്പെട്ടതാണ്, അവന്റെ സംസാരത്തിൽപ്പെട്ടതാ, നമ്മിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അവർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖാലു ലൻ തമസ്സന النار ഇല്ലാ അയ്യാമൻ മഅദൂദ ഖുൽ അത്തഖദതും ഇൻദല്ലാഹി അഹദ അം തഖൂലൂന ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹദ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഞങ്ങൾ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോവുകയില്ല, അഥവാ പോയാൽ അയ്യാമൻ മഅദൂദ, കുറച്ച് ദിവസമല്ലാതെ. റബ്ബിന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളാണ്, അള്ളാഹുവിന്റെ ശിക്ഷക്ക് ഞങ്ങൾ വിധേയരാവുകയില്ല. അഥവാ പോകേണ്ടി വന്നാൽ കുറച്ച് സമയം, കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പോരും. അള്ളാഹിന്റെ റസൂലിനോട് അവരോട് ചോദിക്കാൻ വേണ്ടി പറയാ, അവർ അള്ളാഹുവുമായി വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ? അവരുടെ വ്യാമോഹമായിരുന്നു അത്, അവരുടെ ഒരു ദുഷ്ടകരമായ ഒരു ചിന്തയായിരുന്നു അത്. ഇന്നും തിന്മകൾ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ അദാബിനെ സംബന്ധിച്ച് ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. റബ്ബിന്റെ അദാബിനെ കുറിച്ച് പേടിക്കാത്ത ആളുകളായിരുന്നു ജൂതന്മാർ. അള്ളാഹുവുമായി അവർ വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാർ ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല. പക്ഷേ അവർക്ക് ഒരു ഇൽമുമില്ലാത്ത ഒരു വിവരമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല എന്നുള്ളത്, ഞങ്ങൾ മാത്രമാകുന്നു സ്വർഗത്തിന്റെ അവകാശികൾ എന്നുള്ളത് യഹൂദന്റെ വാദമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖാലു ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, നസാറാണി ആവണം അല്ലെങ്കിൽ യഹൂദനാവണം, അങ്ങനെ ആയവനാരോ അവരല്ലാതെ വേറെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലൻ യദ്ഖുല അൽ ജന്ന, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള, വ്യാമോഹത്തിൻ്റെതായിട്ടുള്ള, അള്ളാഹുവിന്റെ പഠിപ്പിക്കപ്പെട്ട ശരിയായ ശുദ്ധമായ ദീനിൽ നിന്ന് അകന്നുപോയ ചിന്തകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജൂതനായോ അവൻ മാത്രമാണ് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ഹിദായത്തിൽ നേർമാർഗത്തിലുള്ളത് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അള്ളാഹു പറയുന്നു സൂറത്തുൽ ബഖറയിലൂടെ തന്നെ, വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. ഖാലു, അവർ പറഞ്ഞു, നിങ്ങൾ ജൂതനാവുക, യഹൂദിയാവുക, അല്ലെങ്കിൽ നിങ്ങൾ നസറാണിയാവുക, എങ്കിൽ നിങ്ങൾ സന്മാർഗം സിദ്ധിക്കും. ബൽ മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന കാര്യം അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹനീഫിയത്ത്, ചൊവ്വായ
ശുദ്ധമായ ഋജുവായ മുസ്തഖീമായിട്ടുള്ള ഒരു പാതയുണ്ട് ഇസ്ലാമിന്. അതാണ് ഹിദായത്തിന്റെ മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല എന്നുള്ളതാണ്. തൗറാത്ത് അവർക്ക് നൽകി. ആ തൗറാത്തും അവരും തമ്മിലുണ്ടായിരുന്ന ബന്ധം അത് കേവലം നാമമാത്രമായിരുന്നു. ജൂതന് പറ്റിപ്പോയ അമളിയാണ്, നമുക്ക് പറ്റാതിരിക്കാനാ ഖുർആൻ എടുത്ത് പറയുന്നത്. പഠിപ്പിക്കും ഹിദായത്ത് എന്തെന്ന്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയേതെന്ന് പഠിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി ഒരു കേവല ബന്ധം മാത്രമുള്ളവരായി, ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണാണ് എന്ന് നാവുകൊണ്ട് പറയുന്നവർ മാത്രമായി, റമദാൻ ആകുമ്പോൾ മാത്രം അത് തുറക്കുന്നവരായി നമ്മൾ മാറാൻ പാടുള്ളതല്ല. അത്തരം ഒരു അവസ്ഥയായിരുന്നു ജൂതനുണ്ടായിരുന്നത്. അവരെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത് ഗ്രന്ഥം പേറുന്ന കഴുത എന്ന് വിളിച്ചു. അവരിങ്ങനെ ഗ്രന്ഥം പേറിങ്ങനെ നടക്കുക, അതിന്റെ ഉള്ളിലുണ്ട് അവർക്ക് ആവശ്യമായതെല്ലാം തൗറാത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ നിയമങ്ങളുമായി, അതിന്റെ അധ്യാപനങ്ങളുമായി, പഠിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളുമായി അവർ കുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്ന് സൂറത്തുൽ ബഖറയുടെ 176-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം എന്തൊക്കെയാണോ അവർക്ക് വേണ്ടതൊക്കെ ഇവർ എഴുതി ചേർത്തു. എന്താണോ, ഏതൊരു നിയമമാണോ അവർക്ക് പറ്റാത്തത്, യോജിക്കാത്തത്, അവർ അതിൽ നിന്ന് തട്ടിമാറ്റിക്കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. തൗറാത്തിനെ പൂർണ്ണമായും മനുഷ്യന്റെ കൈകടത്തലുകൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് അവർ അതിനെ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു. അല്ലാഹു പറഞ്ഞൊരു സൂറത്തുൽ ബഖറയില് അള്ളാഹുവിന്റെ ശാപമുണ്ട്. അല്ലദീന യക്തുബൂന ബിഐദീഹിം, അവരവരുടെ കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടായി. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, എന്നിട്ട് അവർ പറഞ്ഞു ഇത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണ്, ഇത് ദൈവനിവേശിതമാണ്, ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ടതാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ പറയുകയും സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതിയത് നിമിത്തം അവർക്ക് ശാപമാണുള്ളത്. അത് മുഖേന അവരെന്ത് സമ്പാദിച്ചുവോ ആ സമ്പാദിച്ച വകുപ്പിലും അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്, അദാബുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായി ബനൂ ഇസ്രായേലിയരിലേക്ക് അയക്കപ്പെട്ട ഉസൈർ പ്രവാചകൻ, എസ്ര പ്രവാചകൻ, ആ പ്രവാചകന് അള്ളാഹുവിന്റെ പുത്രനാണ് എസ്ര പ്രവാചകൻ ഉസൈർ എന്ന ഒരു വാദത്തിന്റെ ഉടമകളായിരുന്നു. ദൈവപുത്രവാദത്തിന്റെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി കണ്ട വിഷയമാണ് അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് ആരോപിക്കുന്ന വിഷയം. അള്ളാഹു പറയുന്നു സൂറത്ത് തൗബയുടെ 30-ാമത്തെ വചനത്തിലൂടെ വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ പ്രവാചക മകനാണ് എന്ന് അവർ പറഞ്ഞു. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് ഈസ ഇബ്നു മറിയം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ക്രൈസ്തവർ പറഞ്ഞു. ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് ജൂതന്മാര് പറഞ്ഞു. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് അവരുടെ വായ കൊണ്ട് പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ്. യാഥാർത്ഥ്യവുമായി വെറുതെ തൊള്ളോണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഹക്കുമായി അതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പുത്രനാണ് ഉസൈർ എന്ന് പറയുക മാത്രമല്ല അവർ ചെയ്തത്, മറിച്ച് അവർ ഉസൈറിനെ ആരാധിക്കുക കൂടി ചെയ്തു. ഉസൈറിനോട് അവർ ഇബാദത്ത് ചെയ്ത ഒരു പ്രാർത്ഥന നിർവഹിച്ചു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഖിയാമത്ത് നാളിൽ വിചാരണ നടക്കുന്നതും ആ സന്ദർഭത്തിലുള്ള ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. യഹൂദികളോട് ചോദിക്കപ്പെടും വിചാരണയുടെ നാളിൽ, മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തെന്നിനെയായിരുന്നു ആരാധിച്ചിരുന്നത്? ഖാലൂ കുന്നാ നഅബുദു ഉസൈർ ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ പുത്രനായ ഉസൈറിനെയായിരുന്നു ഞങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് അവരോട് പറയും. ആ സമയത്ത് അവരോട് പറയപ്പെടും, ഫയുഖാൽ കദബതും, നിങ്ങൾ പറഞ്ഞത് കളവാകുന്നു. ലം യകുൻ ലില്ലാഹി സാഹിബത്തുൻ വല വലദുൻ, അല്ലാഹുവിന് ഒരു സാഹിബത്ത്, ഒരു ഇണ അല്ലാഹുവിന് ഇല്ല, അല്ലാഹുവിന് ഒരു പങ്കാളി, ഒരു കൂട്ടാളിയില്ല, അല്ലാഹുവിന് ഒരു മകനുമില്ല. നിങ്ങൾ ഉസൈർ അല്ലാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞത് കളവാകുന്നു. ഇബാദത്ത് അവന് ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർവഹിച്ചു എന്നത് നിങ്ങൾ ചെയ്ത കൊടിയ പാപമാണ് എന്ന് അവരെ അറിയിക്കും ആ സന്ദർഭത്തിൽ. എന്ന് വേദത്തിന്റെ ആളുകളാണ് ഞങ്ങൾ വേദത്തിന്റെ പ്രതിനിധികളാണ്, ദൈവത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വേദം പഠിപ്പിക്കപ്പെട്ട തത്വങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അവർ അതിനെ പാലിക്കാത്ത ആളുകളായിരുന്നു. ഒരു സംഭവം
വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അന്നൽ യഹൂദ് ജാഉ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറു ലഹു അന്ന റജുലൻ മിൻഹും ഇംറഅതൻ സനയാ. ജൂതന്മാർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരിക, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഒരു പെണ്ണ്, അവർ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ച സമയത്ത് ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തജിദൂന ഫി തൗറാത്തി ഫി ശൈഇൻ റജം. വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞു കൊല്ലണം എന്ന വിഷയത്തിൽ, റജമിന്റെ വിഷയത്തിൽ തൗറാത്തിനകത്ത് എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, എന്താ ഉള്ളത്? ആ സമയത്ത് അവർ പറഞ്ഞു നഫ്ലഹും വയുജ്ലദൂൻ. ആളുകൾ വ്യഭിചരിച്ചാൽ ഞങ്ങൾ അവരെ അപമാനിക്കാറുണ്ട്, ശിക്ഷയാണ് അപമാനിക്കല്. അവരെ ഞങ്ങള് അടിക്കാറുമുണ്ട്. കഴുതപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ ആളുകൾ വ്യഭിചരിച്ചു എന്ന് അനൗൺസ്മെന്റ് നടത്തും, അറിയിപ്പ്, നാട്ടുകാർക്ക് മുൻപിൽ അപമാനിതരാക്കുക, അടിക്കുക എന്ന വിഷയമായിരുന്നു. ഈ സമയത്ത് മുൻപ് ജൂതനായിരുന്ന, തൗറാത്ത് വേദം പഠിച്ചിരുന്ന പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കദബ്തും, നിങ്ങൾ പറഞ്ഞത് കളവാ. ഇന്ന ഫിഹർ റജം, തൗറാത്തിനകത്ത് എറിഞ്ഞു കൊല്ലണമെന്ന റജിമിന്റെ നിയമമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അത് തുറന്നു വെച്ചു, അത് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആയത്തുർ റജം വായിക്കുന്ന സന്ദർഭം എത്തിയപ്പോൾ അവര് അത് കൈകൊണ്ട് മറച്ചു വെച്ചു. അതിന്റെ മേലും താഴെയും വായിച്ച് ഈ നിയമം പറയപ്പെടുന്ന ആ വരി മറച്ചു വെച്ചുകൊണ്ടാണ് അവർ റസൂലുള്ളാഹിയുടെ മുൻപിൽ വെച്ച് വായിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സലാം, ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം വേദപണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്റെ കൈയെടുക്ക, അവിടുന്ന് കൈ ഉയർത്ത്. അവിടെ ആയത്തുർ റജം കാണാൻ വേണ്ടി സാധിച്ചു എന്ന് പൊത്തിപ്പിടിക്കുക. വേദം പൊത്തിപ്പിടിച്ചിട്ടുള്ള ജീവിതം, വേദത്തിലെ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ, സാമൂഹികമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ, ശിക്ഷാ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിലെല്ലാം ആ സമൂഹം വളരെയധികം പിറകിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ ശിക്ഷ അവിടെ വെച്ച് നടപ്പിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവിട്ടു എന്ന് ആ മദീനയിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങളല്ലാതെ ജീവിക്കുന്ന മറ്റൊരു മതവിഭാഗം, അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തിന്മയെ അവരുടെ നിയമം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ് നൽകി, ഓർഡർ നൽകി എന്ന് ഹദീസിന്റെ മുത്തഫഖുൻ അലൈഹി ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിന്റെ തുടർച്ചയായി നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരുപാട് ക്രൂരതകൾ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ക്രൂരത അവർ ചെയ്യുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ കൊന്നുകളയുക. അതിലേറ്റവും പ്രധാനം പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെ മരണം. വിശുദ്ധ ഖുർആൻ നിരവധി ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു, കുഫർ കാണിച്ചു. വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്, ഒരു ഹഖുല്ലാതെ, ഒരു ന്യായവും കൂടാതെ അവർ പ്രവാചകന്മാരെ അറുകൊലക്ക് അവർ വിധേയമാക്കിയെന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ചെയ്തിക്ക് വിധേയനായ പ്രമുഖനായ ഒരു പ്രവാചകനാണ്. സൂറത്ത് ആലി ഇമ്രാനിലൂടെ, സൂറത്ത് മറിയമിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. തല ഈർച്ചവാള് കൊണ്ട് നേരെ നെടുകെ ഛേദിച്ചുകൊണ്ടുള്ള കൊലപാതകമായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നടത്തി. അള്ളാഹുവിന്റെ വാഗ്ദാനമായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 120 വയസ്സ് പിന്നിട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി പ്രായാധിക്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കനിഞ്ഞരുളിയ ഹനാൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുകമ്പയായി നൽകപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഭരണം നടത്തിയിരുന്ന രാജാവ്, അദ്ദേഹം താൻ വിവാഹം കഴിക്കാൻ അർഹതയല്ലാതിരുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും പ്രവാചകൻ എന്ന നിലക്ക് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ എതിർക്കുകയും ചെയ്തപ്പോൾ ആ രാജാവ് വിവാഹം കഴിച്ചിരുന്ന സ്ത്രീയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മകൾ, ആ മകളുടെ ആവശ്യം യഹ്യയുടെ തല വേണമെന്നായിരുന്നു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തല ഛേദിച്ചെടുക്കുകയും ഒരു താലത്തിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുൻപിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സമർപ്പിച്ചത് ചരിത്രമാണ്. ഒരു സക്കരിയ നബിയും ഒരു യഹ്യ നബിയുമല്ല, ഒട്ടനവധി പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ നടത്തിയ വിഭാഗമാണ്
ജൂതന്മാർ, യഹൂദന്മാർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ അവർ ശ്രമിച്ചു. പിലാത്തോസിന്റെ പടയാളികൾ വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് ധരിച്ചുകൊണ്ട് അവർ ഒരു വ്യക്തിയെ പിടിച്ചു. അവർ കൊണ്ടുപോയി ക്രൂശീകരിച്ചു. ഒരു വ്യക്തിയെ ക്രൂശീകരിച്ചിട്ടുണ്ട്. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല. അള്ളാഹു പറഞ്ഞത് വഖൗലിഹിം, അവരുടെ വാക്ക് നിമിത്തം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ അവരുടെ വാക്ക്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഞങ്ങൾ ഈസ ഇബ്നു മറിയമിനെ വധിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞത് കൊണ്ട് അവർ ശപിക്കപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈസാ നബിനെ കൊന്നു എന്ന് അവർ കൊന്നു അവർ വിചാരിച്ചത്. പക്ഷെ അള്ള പറയാം ഒമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഒമാ സലബൂഹു, അവർ അദ്ദേഹത്തെ ക്രൂശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തശ്ബീഹ് ഉണ്ടാവുകയാണ് ചെയ്തത്. അവർക്ക് ആളുമാറിപ്പോയതാ. അവർക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിക്കുന്ന വീടിന്റെ മേൽക്കൂരയിലൂടെ കടന്നു വന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ആകാശാരോഹണം നടത്തി എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇത് നബിമാരെ കൊന്നൊടുക്കിയതിന്റെ ഒരു പരമ്പരയുടെ അവസാന ഭാഗമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ കണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തിക്കൊണ്ട് ജൂത സ്ത്രീ പ്രവാചകന് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സഹാബി, ആ ഭക്ഷണം കഴിച്ച സഹാബി പ്രവാചകന്റെ മുൻപിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. ആ വിഷാംശത്തെ ശരീരത്തിലൂടെ വ്യാപിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവസാന സമയത്ത് 1, 2, 3 ദിവസം കഠിനമായ ശാരീരിക വേദനയും പനിയും ബാധിച്ച് പ്രവാചകൻ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഖൈബറിൽ വെച്ച് ജൂത സ്ത്രീ എനിക്ക് നൽകിയ വിഷാംശം അത് എന്റെ ശരീരത്തിലൂടെ വ്യാപിക്കുന്നതിന്റെ പ്രയാസം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത്. പ്രവാചകന്റെ മരണത്തിലേക്ക് നയിച്ച ആ കാരണത്തിൽ ഒന്ന് ഈ ജൂത സ്ത്രീ നൽകിയ വിഷാംശമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ശത്രുവിന് ചരിത്രത്തിലുടനീളം നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ഈ ഉമ്മത്തിനോടും ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരോടും ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തിയ ഈ ആളുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാനസികാവസ്ഥ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രതിരോധിച്ചു നിർത്തേണ്ടതുണ്ട്. ജൂതന്റെ സംസ്കാരങ്ങളിൽ നിന്ന് സമ്പൂർണമായി നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഒരുപാട് ഹദീസുകൾ, നിരവധി ഹദീസുകൾ നിങ്ങൾ ജൂതനെ പോലെ ആകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഹദീസുകൾ നോമ്പുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്ത് കാണാം. നമ്മുടെ നോമ്പും ജൂതന്റെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത് അക്കലത്ത് സഹർ, അത് അത്താഴം കഴിക്കൽ. അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കൽ മുസ്ലിം ഉമ്മത്തിന്റെ ശരീഅത്തിന്റെ നിയമ. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കൽ അത് ജൂതന്റെ സ്വഭാവമാണ്. എന്തെങ്കിലും റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് ഒരു ഇറക്ക് വെള്ളം കൊണ്ടെങ്കിലും ആ ജൂതനിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കേണ്ടത്. അവന്റെ സ്വഭാവം അവന്റെ വിശ്വാസവുമായി പോയി കഴിഞ്ഞാൽ പിന്നീട് അന്ത്യനാളിൽ അവന്റെ ചെയ്തികൾക്ക് റബ്ബ് നൽകുന്ന ശിക്ഷകൾ, ആ ശിക്ഷകൾക്ക് നമ്മളും വിധേയരാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, നിങ്ങൾ ധൃതി കാണിക്കണം. ജൂതന്മാർ അവര് സൂര്യൻ അസ്തമിച്ച് അസ്തമയ ശോഭ റെഡിഷ് കളർ ചക്രവാളത്തിന് നീങ്ങിയതിന് ശേഷം പൂർണ്ണമായും സൂര്യാസ്തമയത്തിന്റെ സകലവിധ അടയാളങ്ങളും നീങ്ങിയിട്ട് വൈകിട്ട് ഒരു നോമ്പ്. നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ടൈം ആയാൽ ധൃതി കാണിക്കണം എന്ന്. ചില ആൾക്കാർ വസുവാസ് പിടിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ ബാങ്ക് കേട്ടാൽ തൃപ്തിയില്ലാതെ, ആ ബാങ്ക് കേട്ടാൽ തൃപ്തിയില്ലാതെ, അവനാന്റെ വാച്ചിലെ സമയത്തിനും തൃപ്തിയില്ലാതെ, അപ്പുറത്തുള്ളവന്റെ കയ്യുമ്പോ പിടിച്ച സമയം നോക്കിയിട്ട് ഇങ്ങനെ ടൈമിൽ ഇങ്ങനെ ലാഗ് ചെയ്യിക്കുന്ന ആളുകൾ. ഇത് ജൂതന്റെ സ്വഭാവ. നോമ്പ് തുറക്കാൻ ലാഗ് ചെയ്യുക എന്ന് ഒരുപാട് കാര്യങ്ങൾ താടി വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ മിമ്പറിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നതാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയലൊരു ബാധ്യതയാണ്. നിങ്ങളുടെ താടി രോമങ്ങൾ നിങ്ങൾ നീട്ടി വളർത്തണം. നിങ്ങൾ മീശയെ നിങ്ങൾ വെട്ടിച്ചെറുതാക്കണം. നിങ്ങൾ യഹൂദികളിൽ നിന്ന് വേറിട്ട് നിൽക്കണം. യഹൂദന്റെ സംസ്കാരമാണ്, അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് താടി രോമങ്ങളെ വടിച്ചു നീക്കുക എന്നുള്ളത്. നമ്മള് ജൂതൻ ശത്രുവാണെന്ന് പറഞ്ഞു നടക്കുക, എന്നിട്ട് ജൂതന്റേതായ സ്വഭാവങ്ങൾ നമ്മൾ വെച്ചു പുലർത്തി ജീവിക്കുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതല്ല. വിശാലമായി വിഷയസംബന്ധമായി പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെ വിഷയങ്ങളിലാണ് ജൂതനിൽ നിന്ന് എതിരാവണം, മുശ്രിക്കിൽ നിന്ന് എതിരാവണം എന്നൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെ എതിരായിക്കൊണ്ടുള്ള ഒരു ജീവിതം
വെച്ചു പുലർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലതത്തബിഅന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകു ജുഹറ ലബ്ബിൻ ലസലക്തുമൂ. നിങ്ങളുടെ മുൻഗാമികൾ, ആ മുൻഗാമികൾ അവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലം വരുന്നു. മുസ്ലിങ്ങളായ ആളുകൾ അവർ പ്രമാണത്തിൽ നിന്ന് ശരീഅത്തിൽ നിന്ന് അകന്നിട്ട് മുൻകാലക്കാരായ ആളുകളെ എത്രത്തോളം ഒരു ഉടുമ്പ് അതിന്റെ മാളത്തിലേക്കാണ് കയറിപ്പോയാൽ അതിന്റെ ഉള്ളിലേക്കും കയറിപ്പോകുന്നത് ഇത് ആ ഉടുമ്പാണെന്നും അതൊരു മാളമാണെന്നും എന്നൊന്നും ചിന്തിക്കാത്ത ഒരു അന്ധമായി പൂർവിക സമുദായങ്ങളെ അനുകരിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന്. ഇത് ആരെ കുറിച്ചാണ് റസൂലുള്ളാഹിനോട് കേട്ട സഹാബത്ത് ചെയ്യാ റസൂലുള്ളാഹ് അൽ യഹൂദ വൻ നസാർ, നിങ്ങള് യഹൂദ നസാറാക്കളെയാണോ ഉദ്ദേശിച്ചത്? അള്ളാന്റെ റസൂലിന്റെ മറുപടി ഫമൻ, പിന്നെ ആരെയാ? അവരെ അല്ലാതെ പിന്നെ ആരെയാണ്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന 99% സമൂഹത്തിലെ പ്രവർത്തനങ്ങൾ പ്രമാണവുമായി ഇസ്ലാമിക ശരീഅത്തുമായി ഒരു ബന്ധവുമില്ലാത്ത ജന്മദിന ആഘോഷ സംസ്കാരം ജൂത നസാറാക്കളിൽ നിന്ന് വന്നത്. ഖബറുകൾ കെട്ടി ഉയർത്തി, ഖബർ വരിച്ചാണ് അത്ര റസൂലുള്ള പറഞ്ഞത്. അതിന്റെ അധികമുള്ളതൊക്കെ തട്ടി നിരപ്പാക്കണമെന്ന മക്ക ഫതഹായ ദിവസം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ച് റസൂലുള്ള ഓർഡർ കൊടുത്തത്. എവിടെ വിഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ അതിനെ നശിപ്പിച്ചു കളയാൻ, എവിടെ ഖബറുകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവ മുഴുവൻ ഒരു ഭൂമിയുടെ നിലവാരത്തിലേക്ക് ഒരു ഖബറാന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു അടയാളം അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് എവിടെയാണ് ഖബർ ഉയർത്താത്തത്? ഇത് ജൂതന്റെ സംസ്കാരമാണ്, ഇത് നസാറാക്കളുടെ സംസ്കാരമാണ്. പണ്ഡിതന്മാരുടെ, പുരോഹിതന്മാരുടെ, പ്രവാചകന്മാരുടെ ഖബറുകൾക്ക് മുകളിൽ എടുപ്പുകൾ എടുക്കുക, കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അത് പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് നിരവധി സ്വഭാവ സംസ്കാരങ്ങൾ ഇതരരിൽ നിന്ന് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പ്രമാണം കൃത്യമായി അറിഞ്ഞ ആളുകളായിരിക്കണം. ഏതാണ് ഇസ്ലാം, ഏതാണ് ഇസ്ലാം അല്ലാത്തത്, ഏതാണ് പൂർവികരായി പഴച്ചുപോയ. ഓരോ ദിവസവും ദുആ ചെയ്യുന്നില്ലേ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആരാ മഗ്ദൂബ്, ആരാ ളാലിൻ? ഒരു ദിവസം എത്ര തവണ പറയുന്നുണ്ട്? റബ്ബേ മഗ്ദൂബിന്റെ കൂട്ടത്തിലാവരുത്, ളാലിന്റെ കൂട്ടത്തിലാവരുത്. ജൂതന്മാരും നസാറാക്കളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, അതിന്റെ ആശയം ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, എന്നിട്ട് അവരുടെ സംസ്കാരങ്ങൾ മുഴുവൻ പേറി നടക്കുകയും ചെയ്യുക. ഈ ഒരവസ്ഥ നമ്മിലില്ലാതിരിക്കാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ഒരു ആശ്വാസവും പ്രധാനവും സമാധാനവും ഒക്കെ ലഭ്യമാകുന്ന ഒരു നാളുകൾ അത് വരാനിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹിയുടെ പ്രവചനമാണ്. അത് എത്രയും പെട്ടെന്ന് പുലരുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഭൂപ്രദേശങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങൾ ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം അവരുടെ ഹാലുകളെ, അവരുടെ അവസ്ഥകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണ്ണമാക്കുമാറാവട്ടെ. ഒരു നല്ല പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്താണ് ആ പ്രതീക്ഷ? ഫലസ്തീന്റെ മണ്ണ്, ആ ഖുദ്സിന്റെ പരിശുദ്ധമായ മണ്ണ് ഇസ്ലാമിന് കീഴൊതുങ്ങുന്ന നാളുകൾ വരാനിരിക്കുന്നുണ്ട്. ഹെബ്രോണിലൂടെ, നാബൽസിലൂടെ ഫലസ്തീനിലെ ഉമ്മമാർ മാതാക്കളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സമാധാനത്തോടുകൂടി നടന്നു പോകുന്ന രാപ്പകലുകൾ വരാനിരിക്കുന്നുണ്ട്. അന്ത്യനാളിന് മുൻപ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജെറൂസലേമിലൂടെ പിഞ്ചുമക്കൾ സന്തോഷത്തോടുകൂടി കളിച്ചു നടക്കുന്ന നാളുകൾ. ഓരോ കല്ലും ഓരോ മരവും ഇതാ എന്റെ പിറകിൽ അള്ളാഹുവിന്റെ ശത്രുവുണ്ടെന്ന് ഓരോ കല്ലും ഓരോ മരവും വിളിച്ചു പറയുന്ന ഒരു നാൾ ഫലസ്തീനിന് വരാനിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംജാതമാവുക എന്നുള്ളത്, സമാധാനത്തിന്റെ നാളുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഒരു കാര്യം കൂടി കൂട്ടത്തിൽ യോജിച്ചേർത്തി മനസ്സിലാക്കണം. അത് അന്ത്യനാളിന്റെ അടയാളം കൂടിയാണ്. അന്ത്യനാളിന്റെ പരിസമാപ്തിയുടെ ഭാഗമായിരിക്കും ആ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവും ജൂതന്മാർ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാക്കി തീർക്കുന്ന അവസ്ഥകളും ദജ്ജാലിന്റെ വധവുമൊക്കെ അത് ഖിയാമത്ത് നാള് അന്തിമമായി സംഭവിക്കുന്നതിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി അവന്റെ ഭൂമിയിൽ ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യനാളിന്റെ അടയാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഇൽമ്, അറിവ് ഉയർത്തുക എന്ന്. അറിവുള്ളവർ, അറിവ് പഠിച്ച ആളുകൾ അന്ത്യനാളിലേക്ക് അടുക്കുമ്പോൾ കുറഞ്ഞു ആ ഇൽമ് ഉയർത്തലിന്റെ ഒരു രീതി, അതിന്റെ ഒരു സബബിൽ പെട്ടതാണ് പണ്ഡിതന്മാരുടെ മരണം എന്ന്. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ അതിന്റെ കോപ്പിയെടുക്കൽ പ്രക്രിയയിലും അതിന്റെ നേതൃത്വവും അദ്ദേഹത്തിന് തന്നെയായി. വിശുദ്ധ ഖുർആനിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖബറടക്കം ചെയ്ത് ആ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് അവിടെ നിന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന് എത്ര അറിവാണ് മണ്ണിട്ട് മൂടപ്പെട്ടത്, എത്ര അറിവാണ് ഇന്ന് മണ്ണിട്ട് മൂടപ്പെട്ടത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അറിവ് ഉയർത്തപ്പെടുക. ഞാൻ സൂചിപ്പിച്ചത് 3 ദിവസങ്ങൾക്ക് മുൻപ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലി ഷെയ്ഖ് ആധുനിക സൗദ് ഭരണകൂടത്തിൽ 2 കുടുംബങ്ങളാണ് ആ രാജ്യം ഇന്ന് കാണുന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമായി മാറുന്നതിൽ പണിയെടുത്തു. ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ആലി ഷെയ്ഖ് കുടുംബം, 2 ഇന്നത്തെ സൗദ് ഭരണകൂടം. മതപരമായ മേഖലയിൽ ഒരു കുടുംബത്തിന്റെ നേതൃത്വവും ഭരണപരമായ മേഖലയിൽ മറ്റൊരു കുടുംബത്തിന്റെ നേതൃത്വവും രണ്ടും സമന്വിതമായി മുന്നോട്ട് പോയതിന്റെ അനന്തര ഫലമാണ് തൗഹീദിന്റെ ഭൂമികയായിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യ. അദ്ദേഹത്തിന്റെ പേരമകൻ അബ്ദുൽ അസീസ് 2 ദിവസം മുമ്പ് മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ചെറിയ പാപങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കുമാറാണ്, സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. ദീർഘമായ ഏറ്റവും കൂടുതൽ കാലം അറഫയിലെ പ്രസംഗത്തിന് നേതൃത്വം നൽകിയ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. 17 വയസ്സ് പിന്നിട്ടപ്പോൾ കണ്ണിന് അന്ധത ബാധിച്ച് പിന്നീട് കേൾവിയിലൂടെ മാത്രം തുടർന്നുകൊണ്ട് ദീനീ വിജ്ഞാനം നേടി. അറിവിന്റെ മേഖലയിൽ, ഇബാദത്തിന്റെ മേഖലയിൽ, പ്രബോധനത്തിന്റെ മേഖലയിൽ, രചനയുടെ മേഖലയിൽ എവിടെയൊക്കെയാണോ ഒരു വ്യക്തിത്വത്തിന് ഇടപെടാൻ സാധിക്കുക ആ മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ മരണം നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും. വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ കഥ എന്താണ് എന്ന് നമ്മളൊന്നിങ്ങനെ ചിന്തിക്കുക. ഈ ഉമ്മത്തിന്റെ ജീവിത രീതി എന്താണെന്ന് പണ്ഡിതന്മാർ കൂടി ഇല്ലാതിരുന്നാൽ, ആഴ്ചയിലൊരിക്കൽ ഇതൊന്നും ഇവിടുന്ന് പറയാനുള്ള ഒരവസരവും സാഹചര്യം കൂടി ഇല്ലാതിരുന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഥ എവിടെയാണ്? എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ ശബ്ദമുയർത്തിയാലും, എത്രയൊക്കെ ആവർത്തിച്ച് പറഞ്ഞാലും, നിരന്തരമായ പ്രബോധന സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഈ ഉമ്മത്ത് ജീവിക്കുന്ന ജീവിത രീതി, നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഭാര്യമാരും പെങ്ങന്മാരും മക്കളൊക്കെ ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന രീതിയും ഇതൊന്നും പറയാൻ ഉലമാക്കൾ ഇല്ലാതിരിക്കുന്ന, അറിവ് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന ദുരന്തം എത്രയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൽമ് കരസ്ഥമാക്കുന്ന മേഖലയിലേക്ക് ഈ സമൂഹം നശിച്ചു താറുമാറായി പോകുന്നൊരവസ്ഥ അന്ത്യനാളിൽ സംഭവിക്കും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ദീനിയായ അറിവ് നേടിയ ആളുകളായിരിക്കണം നമ്മൾ. പരിശുദ്ധ ഖുർആനിന്റെ ഹദീസുകളുടെ പഠന രംഗത്തേക്ക് എല്ലാവരും കടന്നു വരികയും ആ ദീന് നിലനിർത്തുന്ന വിഷയത്തിൽ തങ്ങളുടേതായിട്ടുള്ള പങ്കാളിത്തങ്ങൾ നിർവഹിക്കുവാൻ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ഇൽമ് നേടി
അത് പകർത്തി അത് പ്രബോധനം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പള്ളിയുടെ ഈ പള്ളിയുടെ തുടക്കകാലത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പയ്യമ്പള്ളി ഉമ്മർകുട്ടി സാഹിബിന്റെ ഭാര്യ ആരിഫ അവര് കഴിഞ്ഞ ബുധനാഴ്ച മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതത്തെ അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഏലാങ്കോട് ഭാഗത്ത് നമ്മൾ സഹോദരൻ വിളിച്ചിരുന്നു. പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഒരു മേജർ സർജറിക്ക് വിധേയരാകാൻ പോകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗിക്കും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും സമ്പൂർണമായ ശിഫാഇനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നു അവിടെങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر الدين وانصر عبادك الموحدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وسلم والحمد لله رب العالمين.